കേൾക്കാനെത്തിയ മാന്യ സദസ്സിനു വന്ദനമായിരം. വന്ദനം വന്ദനം വന്ദനമായിരം മാന്യജനത്തിനു 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 വന്ദനമായിരം. വന്ദനം. പ്രിയമുള്ള കലാസ്നേഹികളെ, ഓട്ടംതുള്ളലിനെ കുറിച്ച് ഒരു ചെറിയ ആമുഖത്തോടെ ഞാൻ എൻ്റെ ഈ കർത്തവ്യത്തിലേക്ക് കടക്കാം. ഓട്ടംതുള്ളൽ കേരളത്തിൻ്റെ ക്ലാസിക്കൽ കലാരൂപങ്ങളിൽപ്പെട്ട ഒന്നാണ്. തുള്ളൽ 3 വിധമുണ്ട്: ഓട്ടംതുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. ഇതിൽ ഓട്ടംതുള്ളലിനാണ് പ്രചാരം. ഓട്ടംതുള്ളലിൻ്റെ ഉപജ്ഞാതാവ് മഹാകവി കുഞ്ചൻ നമ്പ്യാർ. കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ എന്ന മുഴുവൻ നാമം. 1705 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് കിള്ളിക്കുരിശുമംഗലം ദേശത്ത് കലക്കത്ത് വീട്ടിൽ ജനനം. നിരവധി ഹൈന്ദവ പുരാണ സംഭവങ്ങളെ തുള്ളൽ കഥകളിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ അദ്ദേഹം ഏതാനും ചില ഹാസ്യ കഥകളും രചിച്ചിട്ടുണ്ട്. ഈ ഹാസ്യ കഥകളാണ് പിൽക്കാലത്ത് അദ്ദേഹത്തെ ആക്ഷേപഹാസ്യത്തിന്റെ പിതാവ് എന്ന പേരിന് അർഹനാക്കിയത്. ഇനി എന്നെക്കുറിച്ച്. എൻ്റെ പേര് ജോയ്. നാട്ടിൽ കാലടി, അങ്കമാലി, എറണാകുളം ജില്ലക്കാരനാണ്. തുള്ളൽ പഠിച്ചിട്ടില്ല, തുള്ളൽ കണ്ടിട്ടില്ല. യൂട്യൂബിലൂടെ എല്ലാം കണ്ടിട്ടുള്ള ക്ലിപ്പിങ്ങുകൾ മാത്രമേ ഞാനും കണ്ടിട്ടുള്ളൂ. ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് എൻ്റെ ആദ്യത്തെ തുള്ളൽ അരങ്ങേറിയത് ലിവർപൂളിൽ. ഞാൻ ലിവർപൂളിൽ നിന്നും വരുന്നു. ഇത് 2ാമത്തെ തുള്ളലാണ്. ഈ കഥ UK-യിലെ മലയാളികളുടെ കഴിഞ്ഞ 10 വർഷത്തെ ജീവിതത്തിൻ്റെ ഒരു ആകെത്തുകയാണ്. മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഈ കഥയിൽ ആക്ഷേപം വളരെ കുറവാണ്. കുറെ നഗ്നസത്യങ്ങൾ, ഞാൻ കണ്ട കുറെ സത്യങ്ങൾ സരസമായി ഞാൻ നിങ്ങളെ ഒരു തുള്ളൽ പാട്ടിലൂടെ കേൾപ്പിക്കുന്നു, അവതരിപ്പിക്കുന്നു. ഈ കഥയിൽ പോരായ്മകളുണ്ടാകാം. എൻ്റെ അറിവില്ലായ്മ പരിഗണിച്ച് നിങ്ങളെല്ലാം അത് ക്ഷമിക്കും എന്നെനിക്കറിയാം. ഈ കഥ ആസ്വദിക്കുവാൻ നിങ്ങളേവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. നാരായണ ജയ 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 നാരായണ ജയ. ഓട്ടംതുള്ളലിൽ പലതും പറയും, അതുകൊണ്ടാരും പരിഭവമരുത്. ഓട്ടംതുള്ളലിൽ പലതും പറയും, അതുകൊണ്ടാരും പരിഭവമരുത്. ഇത് സാധാരണ ഓട്ടംതുള്ളലുകാർ പാടുന്ന ഒരു പതിവ് പല്ലവിയാണ്. പക്ഷേ ഇവിടെ കഥ വ്യത്യസ്തമാണ്. എന്നോട് തുള്ളലിൽ പലതും പറയില്ല, അതുകൊണ്ടാരും പേടിക്കേണ്ട. എന്നോട് തുള്ളലിൽ പലതും പറയില്ല, അതുകൊണ്ടാരും പേടിക്കേണ്ട. എന്നോട് തുള്ളലിൽ ഉള്ളത് ചൊല്ലും, ഉള്ളത് ചെന്നാൽ ഉറിയും തുള്ളും. എന്നോട് തുള്ളലിൽ ഉള്ളത് ചൊല്ലും, ഉള്ളത് ചെന്നാൽ ഉറിയും തുള്ളും. പലരും പലവരു ചൊല്ലിയ കഥയിൽ ഇതുവരെ ആരും ചൊല്ലാത്തവയാ. പലരും പലവരു ചൊല്ലിയ കഥയിൽ അതുവരെ ആരും ചൊല്ലാത്തവയാ. എന്നാൽ ഇക്കഥ നമ്മുടെ കഥയാണെന്നതിലൊട്ടും സംശയമില്ല. എന്നാൽ ഇക്കഥ നമ്മുടെ കഥയാണെന്നതിലൊട്ടും സംശയമില്ല. എന്നോട് കഥയും നിങ്ങളുടെ കഥയും തമ്മിൽ ചേർന്നാൽ നമ്മുടെ കഥയായി. നിങ്ങളുടെ കഥയും നിങ്ങളുടെ കഥയും തമ്മിൽ ചേർന്നാൽ നമ്മുടെ കഥയായി. എന്നോട് കണ്ണാൽ കണ്ടവയുണ്ട്, എന്നോട് കണ്ണാൽ കണ്ടവയുണ്ട്, എന്നോട് കണ്ണാൽ കണ്ടവയുണ്ട്, എന്നിൽ വന്നു ഭവിച്ചവയുണ്ട്. എന്നോട് കണ്ണാൽ കണ്ടവയുണ്ട്, എന്നിൽ വന്നു ഭവിച്ചവയുണ്ട്. എന്നാൽ ചിലതോ കേട്ടവയത്രേ, കേട്ടത് മൊത്തം സത്യവുമത്രേ. എന്നാൽ ചിലതോ കേട്ടവയത്രേ, കേട്ടത് പലതും സത്യവുമത്രേ. എന്നാൽ കഥ ഇനിയുടെ ചെയ്യാം എന്നോട് മനസ്സിൽ തോന്നിയ പോലെ. എന്നാൽ കഥ ഇനിയുടെ ചെയ്യാം എന്നോട് മനസ്സിൽ തോന്നിയ പോലെ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ
കെയിലെല്ലാം നഴ്സിംഗ് ഹോമുകൾ വൃദ്ധജനത്തെ കൊണ്ടു നിറഞ്ഞു. യുകെയിലെല്ലാം നഴ്സിംഗ് ഹോമുകൾ വൃദ്ധജനത്തെ കൊണ്ടു നിറഞ്ഞു. 100 കഴിഞ്ഞവർ അനവധിയുണ്ട്, 100 വേറെയുമുണ്ട്. 100 കഴിഞ്ഞവർ അനവധിയുണ്ട്, 100 വേറെയുമുണ്ട്. കാലന് പോലും വേണ്ടാത്തവരുടെ കാര്യം നോക്കാൻ ആളുകളില്ല. കാലന് പോലും വേണ്ടാത്തവരുടെ കാര്യം നോക്കാൻ ആളുകളില്ല. സൂര്യനുദിക്കണ നേരം തൊട്ട് കറവറയിവരോ തീറ്റ തുടങ്ങും. സൂര്യനുദിക്കണ നേരം തൊട്ട് കറവറയിവരോ തീറ്റ തുടങ്ങും. തീറ്റ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം, തീറ്റ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം, തീറ്റ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം ചെയ്യാനായി കേററ് വേണം. തീറ്റ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം ചെയ്യാനായി കേറർ വേണം. കേററ് ജോലികൾ ചെയ്യാനായി യുകെക്കാരെ കിട്ടാനില്ല. കേരള ജോലികൾ ചെയ്യാനായി യുകെക്കാരെ കിട്ടാനില്ല. കേരള ഗ്രാമം തീർക്കാനായി ടോണി ബ്ലെയർ ഒരു കാര്യം ചെയ്തു. കേരള ഗ്രാമം തീർക്കാനായി ടോണി ബ്ലെയർ ഒരു കാര്യം ചെയ്തു. പുറമേ നിന്നും കേറർമാരെ റിക്രൂട്ട് ചെയ്യാൻ അനുമതി നൽകി. പുറമേ നിന്നും കേരളമാരെ റിക്രൂട്ട് ചെയ്യാൻ അനുമതി നൽകി. റിക്രൂട്ട് വാർത്ത അറിഞ്ഞത് മുതലേ കേരളമാകെ ഇളകി മറിഞ്ഞു. റിക്രൂട്ട് വാർത്ത അറിഞ്ഞത് മുതലേ കേരളമാകെ ഇളകി മറിഞ്ഞു. മുട്ടിന് ഏജൻസിക്കാർ ഓഫറുമായി കുത്തിയിരുന്നു. മുക്കിന് ഏജൻസിക്കാർ ഓഫറുമായി കുത്തിയിരുന്നു. കേട്ടവർ ഏജൻസിയിൽ പൈസയുമായി കാത്തുകിടന്നു. കേട്ടവർ ഏജൻസിയിൽ പൈസയുമായി കാത്തുകിടന്നു. പൈസയുടെ പൈസ കൊടുക്കാനായി ചില ബാങ്കിൽ നിന്നും ലോണുകൾ വാങ്ങി. വിസയുടെ ഫീസ് കൊടുക്കാനായി ചില ബാങ്കിൽ നിന്നും ലോണുകൾ വാങ്ങി. വട്ടച്ചിലവിന് പൗണ്ടും വാങ്ങി. വട്ടച്ചിലവിന് പൗണ്ടും വാങ്ങി. വട്ടച്ചിലവിന് പൗണ്ടും വാങ്ങി. ഇട്ട് നടക്കാൻ പാൻറ്റും വാങ്ങി. വട്ടച്ചിലവിന് പൗണ്ടും വാങ്ങി. ഇട്ട് നടക്കാൻ പാൻറ്റും വാങ്ങി. വിസയും വാങ്ങി പെട്ടിയിൽ വെച്ച് കൊച്ചിയിൽ വന്നവർ പ്ലെയിനിൽ കയറി. വിസയും വാങ്ങി പെട്ടിയിൽ വെച്ച് കൊച്ചിയിൽ വന്നവർ പ്ലെയിനിൽ കയറി. നാരായണ ജയ 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 നാരായണ ജയ. ഇനി ഒരു ഫ്ലാഷ് ബാക്ക്. അങ്ങ് കിഴക്കൊരു നാട് കേരളം എന്ന നാടിന് പേര്. അങ്ങ് കിഴക്ക് നാട് കേരളം എന്ന നാടിന് പേര്. കേരം പോയത കേരള നാട്ടിൽ കേരളത്തിപ്പോ കാണാനുണ്ടോ? കേരം തെങ്ങുന്ന വന്യത നാട്ടിൽ കേരളത്തിപ്പോ കാണാനില്ല. മണ്ടരി വന്നും ചെല്ലികൾ തിന്നും തെങ്ങുകളെല്ലാം വെണ്ണീരായി. മണ്ടരി വന്നും ചെല്ലുകൾ വന്നും തെങ്ങുകളെല്ലാം വെണ്ണീരായി. കേരം പോയത കേരള നാട്ടിൽ, അകേരം പോയൊരു കേരള നാട്ടിൽ കേരം പോയത കേരള നാട്ടിൽ ഇപ്പൊ കേരളമാരുടെ പൂരം കാണാം. കേരം പോയൊരു കേരള നാട്ടിൽ കേരളമാരുടെ പൂരം കാണാം. വീടൊന്നൊക്കൊരു നേഴ്സില്ലാത്തൊരു വീടത് നാട്ടിൽ കാണാനുണ്ടോ? വീടും നിൽക്കൊരു നേഴ്സില്ലാത്തൊരു വീടൊരു നാട്ടിൽ കാണാനുണ്ടോ? കേരളം എന്ന പേരിന് മാറ്റി, കേരളം എന്ന പേരിന് മാറ്റി, കേരളം എന്ന പേരിന് മാറ്റി കേരളം എന്ന് വിളിച്ചിടണം. കേരളം എന്ന പേരിന് മാറ്റി കേരളം എന്ന് വിളിച്ചിടണം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ. നമുക്ക് തിരിച്ചു വരാം. അങ്ങനെ നമ്മുടെ കേരളന്മാരെല്ലാം ഞങ്ങളെ ഫ്ലൈറ്റിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നും കേരളന്മാരുടെ വരവ് തുടങ്ങി. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നും കേരളമാരുടെ വരവ് തുടങ്ങി. ആദ്യം വന്നവർ ഈസിയായിട്ട് NHS-ൽ കയറിപ്പറ്റി. ആദ്യം വന്നവർ ഈസിയായിട്ട് NHS-ൽ കയറിപ്പറ്റി. പിന്നെ വന്നവർ പയ്യെ പയ്യെ പല പല നഴ്സിംഗ് ഹോമിൽ കയറി. പിന്നെ വന്നവർ പയ്യെ പയ്യെ പല പല നഴ്സിംഗ് ഹോമിൽ കയറി. വ്യാധി പിടിച്ചു കിടക്കും ചിലരുടെ, വ്യാധി പിടിച്ചു കിടക്കും ചിലരുടെ, വ്യാധി പിടിച്ചു കിടക്കും ചിലരുടെ ബോഡി തുടച്ചവർ ഡ്യൂട്ടി തുടങ്ങി. വ്യാധി പിടിച്ചു കിടക്കും ചിലരുടെ ബോഡി തുടച്ചവർ ഡ്യൂട്ടി തുടങ്ങി. ഡ്യൂട്ടിക്കിടയിൽ ഫ്രീ ആയി കിട്ടണ ഫുഡ് കഴിച്ചവർ ഒന്ന് കഴിച്ചു. ഡ്യൂട്ടിക്കിടയിൽ ഫ്രീ ആയി കിട്ടും ഫുഡ് കഴിച്ചവർ ഒന്ന് കഴിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ളൊരു നേരം, ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ളൊരു നേരം, ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ളൊരു നേരം നാടത് കാണാനായി ഇറങ്ങി. ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ളൊരു നേരം നാടകം കാണാനായി ഇറങ്ങി. അമ്പം
മുക്കില് സൂപ്പർ മാർക്കറ്റ് മുക്കില് സൂപ്പർ മാർക്കറ്റ് മുക്കില് സൂപ്പർ മാർക്കറ്റ് മറ്റൊരു ദിക്കില് ഹോൾസെയിൽ മാർക്കറ്റ് മുക്കില് സൂപ്പർ മാർക്കറ്റ് മറ്റൊരു ദിക്കില് ഹോൾസെയിൽ മാർക്കറ്റ് മുട്ടത്തലയൻ സായിപ്പന്മാർ കാറ്റുകുത്തിയ മാതാമാമാർ റോട്ടിന് മൊത്തം ടീനേജുകാർ ഫുട്പാത്തില് മൊത്തം പട്ടിത്തീട്ടം ഈ പട്ടികൾ ഇവിടെ കുട്ടിക്ക് തുല്യം ഈ പട്ടികൾ ഇവിടെ കുട്ടിക്ക് തുല്യം കാണാൻ ചിലരുടെ പാർട്ട്നേഴ്സായും ഈ പട്ടികൾ ഇങ്ങനെ പാർട്ട്നേഴ്സായാൽ ചില ചേട്ടന്മാരുടെ കാര്യം കഷ്ടം റോഡ് നടന്നാൽ മുട്ടക്കറിയും ഇവർ റോഡ് നടന്നാൽ മുട്ടക്കറിയും വീട്ടിലിരുന്നാൽ വിൻഡോക്കറിയും മീശയും വെച്ച് നടക്കണ കണ്ടാൽ പാക്കി എന്നിവർ കൂക്കി വിളിക്കും ഈ ഊളപ്പിള്ളെ ടീനേജുകാർ ഇവരുടെ പേരോ വാൻഡലിസംകാർ ഇങ്ങനെ പാക്കി വിളിയും കൂക്കി വിളിയൊക്കെ കേട്ട് നടന്ന നമ്മുടെ പ്രജകൾ ഇത്തരത്തിലുള്ള മറ്റു വല്ലവരുമുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കി. അപ്പോൾ അവർ കണ്ടു നോർത്ത് ഇന്ത്യക്കാർ, സൗത്ത് ഇന്ത്യക്കാർ, ശ്രീലങ്കക്കാർ, ബംഗ്ലാദേശികൾ. പാക്കികൾ തുർക്കികൾ ബ്ലാക്കുകൾ അങ്ങനെ പലവിധ വേഷം പല ഭാഷ. പിന്നെ സൂക്ഷിച്ചു നോക്കി അവർ മറ്റു പലതും കണ്ടു. എന്തൊക്കെയാണ് ഷോപ്പുകളിൽ CCTV-കൾ കണ്ടു. റോഡുകളിൽ ലവ് സീനുകൾ കണ്ടു. ഇങ്ങനെ ലവ് സീനുകളൊക്കെ കണ്ടതാണ് നമ്മുടെ പ്രജകളുടെ മനസ്സിലേക്ക് പഴയകാല മധുരസ്മരണകൾ ഓടിയെത്തി. അതോടെ എന്ത് സംഭവിച്ചു? ഒറ്റയ്ക്കുള്ളൊരു ജീവിതം അങ്ങ് പെട്ടെന്ന് അങ്ങ് മടുത്തു തുടങ്ങി. സമ്മർ മാറി വിന്റർ വന്നു. വാമറിനുള്ളിൽ മോഹമുണർന്നു. അതോടെ നാട്ടിൽ നിന്നും ഹസ്ബൻഡും ഡിപ്പെൻഡന്റായി വന്നു തുടങ്ങി. ഈ വന്നവരാരൊക്കെയാണെന്ന് അറിയണ്ടേ? പിന്നെ അറിയണ്ടേ? ആരൊക്കെയാണ്? നാട്ടിൽ തെക്കു വടക്കു നടന്നവർ, ഗൾഫിൽ ചുമട് നടത്തു നടന്നവർ, നടത്തി പൊട്ടിപ്പോയവർ, ചിട്ടിയിൽ ചേർന്ന് വെട്ടിൽ വീണവർ, ചീട്ടുകളിക്കാർ പട്ടയടിക്കാർ, ചില പട്ടാളക്കാർ പോലീസുകാർ, തട്ടിപ്പൂകാർ വെട്ടിപ്പൂകാർ, തട്ടുകളിക്കാർ കച്ചവടക്കാർ, രാഷ്ട്രീയക്കാർ കൊട്ടേഷൻകാർ, ഡോക്ടർമാർ ചിലർ അധ്യാപകരും, IT-ക്കാർ ചില ഡിഗ്രിക്കാർ, ചില കുക്കുമാർ, ചില ഷെഫുമാർ, പല സർക്കാർ പണിയിലിരുന്നവർ, പണിയില്ല ചില വക്കീലന്മാർ. ഇങ്ങനെ നാടിന്റെ സമസ്ത മേഖലകളിൽ നിന്നുമുള്ള വിദ്യാസമ്പന്നരും വിദ്യാശൂന്യരും സംസ്കാര സമ്പന്നരും സംസ്കാരശൂന്യരും സർവോപരി നല്ലവരുമായ നമ്മുടെ പ്രജകൾ ഈ നാടിന്റെ ഹൃദയഭാഗത്തേക്ക് പറന്നിറങ്ങി. ഈ വന്നവർ ആദ്യം എന്താണ് ചെയ്തതെന്ന് അറിയണ്ടേ? വന്നവർ കാറും വാങ്ങി വാടക വീട്ടിൽ പൊറുതി തുടങ്ങി.
കയറി കാർബോർഡ് സെയിലുകൾ കയറി നിറങ്ങി. വീക്കെൻഡുകളിൽ കാറിൽ കയറി കാർബോർഡ് സെയിലുകൾ കയറി ഇറങ്ങി. പഴകിയ കോട്ടും തേങ്ങയുടെ ബൂട്ടും പഴകിയ കോട്ടും തേങ്ങയുടെ കോട്ടും പഴകിയ കോട്ടും തേങ്ങയുടെ ബൂട്ടും ഇട്ടു തുളഞ്ഞോ രണ്ടറുവയറും. പഴകിയ കോട്ടും തേങ്ങയുടെ കോട്ടും ഇട്ടു തുറന്നോ രണ്ടോ വയറും. കിട്ടിയ കാശിന് പെട്ടിയിലാക്കി വീട്ടിൽ വന്നവരിട്ട് നടന്നു. കിട്ടിയ കാശിന് പെട്ടിയിലാക്കി വീട്ടിൽ വന്നവരിട്ട് നടന്നു. അപ്പ വാങ്ങിയ കോട്ടുമതിട്ട് അപ്പോൾ വാങ്ങിയ കോട്ടുമതിട്ട് അല്ല 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 അപ്പോ വാങ്ങിയ കോട്ടുമതിട്ട് ഇപ്പൊ നടക്കണ കൂട്ടരുമുണ്ട്. അപ്പോൾ വാങ്ങിയ കോട്ടുമതിട്ട് ഇപ്പൊ നടക്കണ കൂട്ടരുമുണ്ട്. ഇതപ്പോ വാങ്ങിയതാണോ? ഇതപ്പോ വാങ്ങിയതല്ല. ആ കാലൊക്കെ പോയി. കാർബോർഡ് സെയിലിൽ ചെന്നാൽ ഇപ്പോൾ മലയാളികളെ കാണാനില്ല. കാർബോർഡ് ചെന്നാൽ ഇപ്പോൾ മലയാളികളെ കാണാനില്ല. എന്ന് കരുതി അവരൊക്കെ ഓസ്ട്രേലിയക്ക് അമേരിക്കയൊക്കെ പോയി നിങ്ങൾ കരുതുന്നുണ്ടോ? ഉണ്ടോ? ഇവിടെയൊക്കെ ഉണ്ട്. ഇവരെവിടെ ചെന്നാൽ കാണാൻ പറ്റും? എവിടെ ചെന്നാൽ കാണാൻ പറ്റും? സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്നാൽ ഇവരിൽ ചിലരെ അവിടെ കാണാം. സൂപ്പർ മാർക്കറ്റുകളിൽ ചെന്നാൽ ഇവരിൽ ചിലരെ അവിടെ കാണാം. ഡേറ്റ് കഴിഞ്ഞൊരു സാധനമെല്ലാം ഡേറ്റ് കഴിഞ്ഞൊരു സാധനമെല്ലാം ഡേറ്റ് കഴിഞ്ഞൊരു സാധനമെല്ലാം റെഡ്യൂസ് ചെയ്യണ നേരം നോക്കി. ഡേറ്റ് കഴിഞ്ഞൊരു സാധനമെല്ലാം റെഡ്യൂസ് ചെയ്യണ നേരം നോക്കി. തോണിയുമായി സ്റ്റോറിനുള്ളിൽ പമ്മി പമ്മി നടക്കണ കാണാം. തോണിയുമായി സ്റ്റോറിനുള്ളിൽ പമ്മി പമ്മി നടക്കണ കാണാം. എന്തുമായിട്ട് നമ്മളൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? അതിന് വലിയ തെറ്റൊന്നുമില്ല. ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. എനിവേ അങ്ങനെ ജീവിച്ചു പോകുന്ന ഇങ്ങനെ ഡിപ്പെൻഡന്റ്മാരും ഹസ്ബൻഡുമാരൊക്കെ വന്നതോടുകൂടി ഇവിടെ അവരുടെ വീടുകളിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഈ നാട്ടിൽ വലിയ മാറ്റങ്ങളുണ്ടായി. എന്താണ് ഈ ഹസ്ബൻഡുമാർ വന്നതോടുണ്ടായ മാറ്റം? എന്തു മാറ്റം? ഹസ്ബൻഡുമാർ വന്നത് മുതലേ തെരുവേലരും പ്രകടനായി. 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 കുട്ടികൾ കൂടി പണിയും കൂടി കുട്ടികൾ കൂടി പണിയും കൂടി കുട്ടികൾ കൂടി പണിയും കൂടി കുട്ടിയെ നോക്കാൻ പാരൻസ് എത്തി. കുട്ടികൾ കൂടി പണിയും കൂടി കുട്ടിയെ നോക്കാൻ പാരൻസ് എത്തി. കുട്ടികളാൻ ചില കുട്ടിയെ നോക്കിയിട്ട് ഇവരിൽ ചിലരോ കട്ടിലായി. കുട്ടികളാൻ ചില കുട്ടിയെ നോക്കിയിട്ട് ഇവരിൽ പലരും കട്ടിലായി. പെട്ടെന്നൊന്നും മടങ്ങിപ്പോകാൻ മുട്ടയിൽ നിന്ന് പ്രാർത്ഥന ചൊല്ലി. പെട്ടെന്ന് മടങ്ങിപ്പോകാൻ മുട്ടയിൽ നിന്ന് പ്രാർത്ഥന ചൊല്ലി. യേശുവേ ജയ ക്രിസ്തുവേ ജയ ദൈവമേ ജയ നാഥനേ ജയ. യേശുവേ ജയ ക്രിസ്തുവേ ജയ ദൈവമേ ജയ നാഥനേ ജയ. എത്ര നാളായി വന്നിട്ട്? 6 മാസം, 2 വർഷമായ പ്രാർത്ഥന അത്ര ശരിയല്ല. അതാണ് മുട്ടിപ്പായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ചിലരുടെ എല്ലാം പ്രാർത്ഥന ദൈവം കേട്ടു. അവർ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. മറ്റുള്ളവർ ഇതുപോലെ ഇവിടെ മക്കളെയും മരുമക്കളെയൊക്കെ നോക്കി, കൊച്ചുമക്കളെയൊക്കെ നോക്കി ഇവിടെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന ഒരു കാലം. UK മലയാളിയുടെ സുവർണ്ണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്ന ആ കാലഘട്ടത്തിലൂടെ പോവുകയാണ്. ഏതാണ് ആ കാലഘട്ടം? നമുക്ക് നോക്കാം. പൗണ്ടിൻ വിലയത് കുത്തന കയറി 86-ൽ നിൽക്കണ കാലം. നാട്ടിൽ സ്ഥലവില വാണം പോലെ നാട്ടിൽ സ്ഥലവില വാണം പോലെ നാട്ടിൽ സ്ഥലവില വാണം പോലെ കത്തി കത്തി കയറണ നേരം. നാട്ടിൽ പലരും പ്ലോട്ടുകൾ വാങ്ങി. നാട്ടിൽ പലരും പ്ലോട്ടുകൾ വാങ്ങി. നാട്ടിൽ പലരും പ്ലോട്ടുകൾ വാങ്ങി. വേറെ ചിലരോ ഫ്ലാറ്റുകൾ വാങ്ങി. നാട്ടിൽ പലരും പ്ലോട്ടുകൾ വാങ്ങി. വേറെ ചിലരോ ഫ്ലാറ്റുകൾ വാങ്ങി. പ്ലോട്ടുകൾ വാങ്ങി മാളിക പണിതു. പ്ലോട്ടുകൾ വാങ്ങി മാളിക പണിതു. പ്ലോട്ടുകൾ വാങ്ങി മാളിക പണിതു. ഫ്ലാറ്റുകൾ വാങ്ങി ഫർണിഷ് ചെയ്തു. പ്ലോട്ടുകൾ വാങ്ങി മാളിക പണിതു. ഫ്ലാറ്റുകൾ വാങ്ങി ഫർണിഷ് ചെയ്തു. ധൃതി പിടിച്ചത് ബ്ലെസ്സിങ് ചെയ്തു. ധൃതി പിടിച്ചത് ബ്ലെസ്സിങ് ചെയ്തു. ധൃതി പിടിച്ചത് ബ്ലെസ്സിങ് ചെയ്തു. നാട്ടുകാർക്കൊക്കെ പാർട്ടി കൊടുത്തു. ധൃതി പിടിച്ചത് ബ്ലെസ്സിങ് ചെയ്തു. നാട്ടുകാർക്കൊക്കെ പാർട്ടി കൊടുത്തു. 8-ാം പൊക്കം വീടും പൂട്ടി പെട്ടിയെടുത്തവൻ റിട്ടേൺ പോന്നു. 8-ാം പൊക്കം വീടും പൂട്ടി പെട്ടിയെടുത്തവർ റിട്ടേൺ പോന്നു. നാട്ടിൽ നിന്നും പോരാനായിട്ടാണ് തെല്ലും ആഗ്രഹമില്ല. വീട്ടിൽ നിന്നും പോരാനായിട്ടാണെങ്കിലും ആഗ്രഹമില്ല. കോടി മുടക്കി പണിതൊരു വീട്ടിൽ അന്തിയുറങ്ങി കൊതി തീർന്നില്ല. വീട്ടിൽ അന്തിയുറങ്ങി കൊതിയുമില്ല. പോരാനായിട്ട് ആഗ്രഹമില്ല, പോരാതൊട്ടൊരു രക്ഷയുമില്ല. പോരാനായിട്ട് ആഗ്രഹമില്ല, പോരാതൊട്ടൊരു രക്ഷയുമില്ല. നാരായണ ജയ നാരായണ ജയ
അങ്ങനെ തന്റെ മനസാക്ഷി ആ കൊട്ടാര തുല്യമായ വീട്ടിൽ പൂട്ടിയിട്ടുകൊണ്ട് ഒരു ജഡത്തെ പോലെ അവൻ വീണ്ടും ഈ UK എത്തുകയാണ്. തന്റെ ദൈനംദിന ജീവിതങ്ങൾ അത്രയില്ല അല്ലേ, അന്ന് പോട്ടെ. തന്റെ ദൈനംദിന ജീവിതം വീണ്ടും തുടരുകയാണ്, യാന്ത്രികമായ ജീവിതം. ഇങ്ങനെ യാന്ത്രികമായ ജീവിതം തുടരുന്നതിനിടയിൽ ലോകത്തെ ആകെ ഗ്രസിച്ച ആ മഹാവിപത്ത് UK വ്യാപിച്ചു. അതെന്തായിരുന്നു ആ വിപത്ത്? എന്തായിരുന്നു? കറക്റ്റ്. കാലം മാറി കഥയത് മാറി മാന്യം മെല്ലെ വന്നു തുടങ്ങി. കാലം മാറി കഥയത് മാറി മാന്യം മെല്ലെ വന്നു തുടങ്ങി. പൗണ്ടിൻ വിലയത് താണു വരുന്നു, സാധന വിലയോ ഏറി വരുന്നു. പൗണ്ടിൻ വിലയത് താണു വരുന്നു, സാധന വിലയോ ഏറി വരുന്നു. 86 നിന്നൊരു പൗണ്ട് 86 നിന്നൊരു പൗണ്ട് 86 നിന്നൊരു പൗണ്ട് 68 താഴെ പോയി. 86 നിന്നൊരു പൗണ്ട് 68 താഴെ പോയി. പൗണ്ടിൻ നഷ്ടം തീർക്കാനായിട്ട് ഓവർ ടൈമിന് പോകാൻ നോക്കി. പൗണ്ടിൻ നഷ്ടം തീർക്കാനായിട്ട് ഓവർ ടൈമിന് പോകാൻ നോക്കി. ഓവർ ടൈമിന് പോയിട്ടിപ്പോൾ ഉള്ളൊരു പണിയും ഉറപ്പില്ലാതായി. ഓവർ ടൈമിന് പോയിട്ട് ഇപ്പോൾ ഉള്ളൊരു പണിയും ഉറപ്പില്ലാതായി. ഇങ്ങനെയായാൽ എങ്ങനെയാകും ലോണുകളെല്ലാം എങ്ങനെ തീരും? ഇങ്ങനെയായാൽ എങ്ങനെയാകും ലോണുകളെല്ലാം എങ്ങനെ തീരും? ബോഡി തകർന്നു, മനസ്സ് തകർന്നു, ബോഡി തകർന്നു, മനസ്സ് തകർന്നു, ഉള്ളിൽ ചെറിയൊരു ഭീതി പടർന്നു. ഉള്ളിൽ ചെറിയൊരു ഭീതി പടർന്നു. ബോഡി തകർന്നു, മനസ്സ് തകർന്നു, ഉള്ളിൽ ചെറിയൊരു ഭീതി പടർന്നു. ബോഡി തകർന്നു, മനസ്സ് തകർന്നു, ഉള്ളിൽ ചെറിയൊരു ഭീതി പടർന്നു. ആദ്യ പിടിച്ചിട്ട് അവനുടെയുള്ളൊരു തീച്ചൂള കണക്ക് പുകഞ്ഞു തുടങ്ങി. 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 ഊണുമുറക്കവും ഇല്ലാതായിട്ട് ആളെ കണ്ടാൽ അറിയാതായി. ഊണുമുറക്കവും ഇല്ലാതായിട്ട് ആളെ കണ്ടാൽ അറിയാതായി. തിന്നു തടിച്ചു കൊഴുത്തൊരു മരണവൻ ഈർക്കിലി പോലെ മെലിഞ്ഞില്ലാതായി. നെഞ്ചിൽ ചെറിയൊരു ഭീതി പടർന്നു, നെഞ്ചിൽ ചെറിയൊരു ഭീതി പടർന്നു. സംഗതിയാകെ കുഴഞ്ഞു മറിഞ്ഞു, നെഞ്ചിൽ ചെറിയൊരു ഭീതി പടർന്നു. സംഗതിയാകെ കുഴഞ്ഞു മറിഞ്ഞു, നെഞ്ചിൽ ചെറിയൊരു ഭീതി പടർന്നു. ഉള്ളിൽ ചെറിയൊരു വേദന തോന്നി തേയാണ്ടിയിൽ ചെക്കിന് പോയി. ഉള്ളിൽ ചെറിയൊരു വേദന തോന്നി തേയാണ്ടിയിൽ ചെക്കിന് പോയി. നെഞ്ചിൽ ചെറിയൊരു വേദന തോന്നി തേയാണ്ടിയിൽ ചെക്കിന് പോയി. നെഞ്ചിൽ ചെറിയൊരു വേദന തോന്നി തേയാണ്ടിയിൽ ചെക്കിന് പോയി. ഡോക്ടർ വന്നു ടെസ്റ്റുകൾ ചെയ്തു. ഡോക്ടർ വന്നു ടെസ്റ്റുകൾ ചെയ്തു. ഡോക്ടർ വന്നു ടെസ്റ്റുകൾ ചെയ്തു, ഒബ്സർവേഷനിൽ വണ്ട കിടന്നു. ഡോക്ടർ വന്നു ടെസ്റ്റുകൾ ചെയ്തു, ഒബ്സർവേഷൻ വണ്ട കിടന്നു. അന്നാ രാത്രിയിൽ അവിടെ ഇരുന്നവൻ അതുമിതുമെല്ലാം ആലോചിച്ചു. അന്നാ രാത്രിയിൽ അവിടെ ഇരുന്നവൻ അതുമിതുമെല്ലാം ആലോചിച്ചു. ബുദ്ധിയുദിച്ചൊരു കാലം തൊട്ടേ ഈ ഓട്ടപ്പാച്ചിൽ തുടങ്ങിയതാണ്. ബുദ്ധിയുദിച്ചൊരു കാലം തൊട്ടേ ഓട്ടപ്പാച്ചി തുടങ്ങിയതാണ്. പല പല നാടുകൾ പലവിധ ജോലികൾ ഒടുവിൽ ബാധ്യത മാത്രം ബാക്കി. പല പല നാടുകൾ പല പല ജോലികൾ ഒടുവിൽ ബാധ്യത മാത്രം ബാക്കി. വീട്ടിൽ നിന്നും പോന്നത് ശേഷം നാട്ടിൽ പലരും ശത്രുവുമായി. നാട്ടിൽ നിന്നും പോന്നതിന് ശേഷം വീട്ടിൽ പലരും ശത്രുവുമായി. ചേട്ടന് ചെത്തി നടക്കാൻ കാറ്, ചേട്ടന് ചെത്തി നടക്കാൻ കാറ്, ചേട്ടന് ചെത്തി നടക്കാൻ കാറ്, അളിയന് കച്ചവടത്തിൽ ഷെയറ്. ചേട്ടന് ചെത്തി നടക്കാൻ കാറ്, അളിയന് കച്ചവടത്തിന് ഷെയറ്. ഈ കാറും ഷെയറും കിട്ടിയവർക്കൊന്നും ഇപ്പോഴില്ല പഴയൊരു കൂറ്. കാറും ഷെയറും കിട്ടിയവർക്കൊന്നും ഇപ്പോഴില്ല പഴയൊരു കൂറ്. വേറൊരു വിസയിൽ വന്നൊരു പെങ്ങളെ കണ്ടാൽ അപ്പോ ഭാര്യയ്ക്ക് പോര്. വേറെ വിസയിൽ വന്നൊരു പെങ്ങളെ കണ്ടാൽ അപ്പോൾ ഭാര്യയ്ക്ക് പോരും. വിശ്രമമില്ലാതുള്ളൊരു ജോലികൾ ചെയ്തിട്ടെന്നുടെ കാലിന് നീര്. വിശ്രമമില്ലാതുള്ളൊരു ജോലികൾ ചെയ്തിട്ട് എന്നൊരു കാലിന് നീര്. എന്തിനിങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു? അവൻ ആലോചിച്ചു, ഒരു കാര്യം അവൻ തീരുമാനിച്ചു. വേണ്ട, ഇനി ഒരു ജീവിതം ഇവിടെ കഴിയാൻ ഇനി ഒരു നിമിഷം വയ്യ. വേണ്ട, ഇനി ഒരു ജീവിതം ഇവിടെ കഴിയാൻ ഇനി ഒരു നിമിഷം വയ്യ. വേണ്ട, ഇനി ഒരു ജീവിതം ഇവിടെ കഴിയാൻ ഇനി ഒരു നിമിഷം വയ്യ. വേണ്ട, ഇനി ഒരു ജീവിതം ഇവിടെ കഴിയാൻ ഇനി ഒരു നിമിഷം വയ്യ. അടിപൊളി ജീവിതം ഒന്ന് തുടങ്ങണം, അധികം വൈകാതുടനെ തന്നെ. അടിപൊളി ജീവിതം ഒന്ന് തുടങ്ങണം, അധികം വൈകാതുടനെ തന്നെ. ഉടനടി നാട്ടിൽ സെറ്റിൽ ചെയ്യണം. ഉടനടി സെറ്റിൽ ചെയ്യണം. ഉടനടി നാട്ടിൽ സെറ്റിൽ ചെയ്യണം. ഉടനടി നാട്ടിൽ സെറ്റിൽ ചെയ്യണം. ഉടനടി നാട്ടിൽ സെറ്റിൽ ചെയ്യണം. സിറ്റിയിൽ ചെറിയൊരു ഷോപ്പ്
ഷോപ്പ് തുടങ്ങണം. പറ്റിയാൽ ചെറിയൊരു സിനിമ എടുക്കണം. പറ്റിയാൽ ചെറിയൊരു സിനിമ എടുക്കണം. പറ്റിയാൽ ചെറിയൊരു സിനിമ എടുക്കണം. ഷക്കീലയ്ക്ക് ഒരു റോള് കൊടുക്കണം. ഒത്താൽ നടിയെ റൂമിൽ വിളിക്കണം. ഒത്താൽ നടിയെ റൂമിൽ വിളിക്കണം. കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കണം. ഞാനും മോനും നടിയുടെ ഫാന, ഭാര്യയ്ക്കാണേൽ മോഹൻലാല. ഞാനും മോനും നടിയുടെ ഫാന, ഭാര്യയ്ക്കാണേൽ മോഹൻലാല. ഇങ്ങനെ ചില ചിന്തയിൽ അവനാ ചെയറിലിരുന്നു രസിക്കണ നേരം. ഇങ്ങനെ ചില ചിന്തയിൽ അവനാ ചെയറിലിരുന്നു രസിക്കണ നേരം. ഡോക്ടർ വന്ന് തോളിൽ തട്ടി ചില കാര്യങ്ങൾ നേരെ ചൊല്ലി. ടെസ്റ്റുകളിൽ ചില പ്രോബ്ലംസ് ഉണ്ട്. ഹാർട്ടിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്. 6 മേലെ കൊളസ്ട്രോൾ ഉണ്ട്. പ്രഷറും ഷുഗറും വേറെയും ഉണ്ട്. മൈനർ പ്രോബ്ലംസ് അനവധിയുണ്ട്. സൂക്ഷിച്ചില്ലേ തട്ടിപ്പോകും. മെഡിസിനുള്ള തുടങ്ങിയിടണം. എക്സർസൈസുകൾ ചെയ്തിടണം. പച്ചക്കറികൾ ശീലിക്കണം. ഫാറ്റും മീറ്റും വർജിക്കണം. ദുശ്ശീലങ്ങൾ മാറ്റിയിടണം. സ്മോക്കും ഡ്രിങ്ക്സും പാടെ നിർത്തണം. ഡോക്ടർ സാറിൻ വാക്കുകൾ കേട്ട സാധു മനുഷ്യൻ നിന്ന് വിറച്ചു. കെട്ടിപ്പൊക്കിയ കോട്ടകളെല്ലാം ഒറ്റയടിക്കത വീണ് തകർന്നു. അണ്ടികളഞ്ഞോർ അണ്ണാനെ പോൽ അവനുടെ മുഖമോ വിളറി വെളുത്തു. വാടിയ തേന കണ്ടു കണക്ക കട്ടിൽ മേലവൻ വീണു കിടന്നു. ചാഞ്ഞു കിടന്നു ചെരിഞ്ഞു കിടന്നു നീണ്ടു കിടന്നു ചുരുണ്ടു കിടന്നു. അങ്ങനെ എപ്പോഴോ ഉറങ്ങിപ്പോയ അവന്റെ നിദ്രയിലേക്ക് അന്നാ രാത്രിയിൽ നിദ്രയിൽ അവൻ അതിഭീകരമായ ഒരു സ്വപ്നം കണ്ടു. അന്നാ രാത്രിയിൽ നിദ്രയിൽ അവൻ അതിഭീകരമായ ഒരു സ്വപ്നം അതെന്തായിരുന്നു സ്വപ്നത്തിന്റെ അന്തസത്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എന്തായിരുന്നു? ചെയ്യുന്നു ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാണവേ ഞാൻ തനിയെ പോകുന്നു. പെട്ടെന്ന് ആ ഭീകര ശബ്ദത്തിൽ നിന്ന് ഞെട്ടിയെഴുന്നേറ്റ് അവന്റെ മനസ്സിലേക്ക്, അവന്റെ കർണപുടങ്ങളിലേക്ക്, അവന്റെ തലച്ചോറിലേക്ക് തലേനായാഴ്ച പള്ളിയിൽ അച്ഛൻ വായിച്ചു കേട്ട ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 20-ാം വാക്യം അവന്റെ കർണപുടങ്ങളിലേക്ക് ആഞ്ഞു കയറി. അതെന്തായിരുന്നു ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ പറയുന്നത്? ഭോഷ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചെടുത്താൽ നിന്റെ സമ്പാദ്യം ആർക്കു വേണ്ടി? ഭോഷ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ തിരിച്ചെടുത്താൽ നിന്റെ സമ്പാദ്യങ്ങളെല്ലാം ആർക്കു വേണ്ടി? പ്രിയമുള്ളവരെ, ലൂക്ക 12:20 എന്ന എന്റെ ഈ ഓട്ടംതുള്ളലിന്റെ കാതലായ ഭാഗം ഇതാണ്. ഈ ചോദ്യത്തിന് നാം സ്വയം ഉത്തരം കണ്ടെത്തിയാൽ നമ്മുടെ ജീവിതം സ്വർഗതുല്യമായി. ഇവിടെ എന്നും ഓണമുണ്ടാകും, എന്നും സമാധാനവും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. അതിനായി നമുക്ക് പ്രയത്നിക്കാം, സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവേ ദയ